വിദേശ സർവകലാശാലയിൽ CPIM പിന്നോട്ടു പോകുന്നു. ബജറ്റിലെ പ്രഖ്യാപനം മരവിപ്പിക്കാൻ ധാരണ. PB ചർച്ച ചെയ്ത ശേഷം മാത്രം തുടർ നടപടി മതിയെന്നാണ് തീരുമാനം. CPIയുടെ വിയോജിപ്പും കൂടി പരിഗണിച്ചാണ് തീരുമാനം. നയപരമായ വിയോജിപ്പുണ്ട് എന്ന് ബിനോയ് വിശ്വം MV ഗോവിന്ദനെ അറിയിച്ചിട്ടുണ്ട്. മുന്നണി ചർച്ച ചെയ്യാതെ നിർദ്ദേശം നടപ്പാക്കരുത് എന്ന് CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എങ്ങനെയാണ് വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്? നികേഷ്, നിയമസഭയിൽ ഇന്ന് ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ബജറ്റ് ചർച്ചയിൽ സ്വാഭാവികമായും സർക്കാർ പ്രഖ്യാപിച്ച വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ചർച്ചയാകും, വിമർശന വിധേയമാകാനുള്ള സാധ്യതയുണ്ട്. സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും നയം ഇതല്ലായിരുന്നല്ലോ എന്ന ചൂണ്ടിക്കാട്ടലുകളും ഈ ചർച്ചയിൽ വന്നേക്കാം. അതുകൊണ്ടാണ് ഇന്നലെ നടന്ന CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത്. അതായത് തൽക്കാലം വിദേശ സർവകലാശാല വിഷയത്തിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ മരവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി CPIന്റെ നേതൃതലത്തിൽ, അതായത് പോളിറ്റ് ബ്യൂറോ തലത്തിൽ ഒരു ചർച്ച നടന്ന ശേഷം അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടായ ശേഷം മാത്രമേ സംസ്ഥാനത്ത് തുടർ നടപടികൾ ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ധാരണ. അതുകൊണ്ട് തൽക്കാലം വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ സർക്കാർ മുന്നോട്ട് പോകില്ല. ഇതൊരു ചർച്ചയ്ക്ക് ഇടയാക്കുന്ന വിധത്തിലുള്ള ഒരു നിർദ്ദേശമായി മാത്രം അവതരിപ്പിച്ചതാണ് എന്ന വിശദീകരണമാണ് ധനമന്ത്രി KN ബാലഗോപാൽ പാർട്ടിക്കകത്തും പുറത്തും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സർക്കാരിന് ഒരു പിടിവാശിയില്ല. എന്നാൽ ഇതൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു നിർദ്ദേശമായി തന്നെയാണ് വന്നിട്ടുള്ളത്. അത്തരമൊരു ചർച്ച നടന്നു എന്നും CPM കാണുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്കകത്തും പുറത്തുമുള്ള വിവിധ തലങ്ങളിലുള്ളവരുടെ എതിർപ്പ് എന്താണ് ഈ കാര്യത്തിൽ എന്ന കാര്യവും സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ വിദേശ സർവകലാശാല വിഷയത്തിൽ തൽക്കാലം സർക്കാർ നടപടികൾ എടുക്കില്ല. മറിച്ച് പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് വ്യക്തതയുണ്ടാക്കിയ ശേശമേ വരികയുള്ളൂ. പോളിറ്റ് ബ്യൂറോ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ ഈ വിഷയം പരിഗണിക്കുകയുള്ളൂ. എന്നാൽ CPMന്റെ ദേശീയ നയം, അതായത് 2024 ജനുവരിയിൽ പുറത്തിറക്കിയ CPMന്റെ പോളിറ്റ് ബ്യൂറോ നിലപാടിൽ വിദേശ സർവകലാശാലയെ നഖശികാന്തം എതിർക്കുന്ന നിലപാടാണ്. അപ്പോൾ ആ നിലപാട് മാറാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെയൊന്നും മുന്നോട്ട് പോകാൻ ഇനി CPIന് സംസ്ഥാനത്ത് സാധിച്ചേക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. ശ്രീജിത്ത്, ശരിയാണ്. വിദേശ സർവകലാശാലയുടെ ക്യാമ്പസുകൾ കേരളത്തിൽ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPIക്ക് എതിർപ്പുണ്ട്. CPMൽ തന്നെ അക്കാര്യത്തിൽ വിയോജിപ്പുണ്ട്. നമ്മൾ കണ്ടതാണ്. അക്കാര്യത്തിൽ CPMന്റെ സംസ്ഥാന സമിതി യോഗങ്ങൾ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോയുടെ അന്തിമ തീരുമാനം വരട്ടെ എന്ന് സംസ്ഥാന നേതൃത്വം നിശ്ചയിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് നോക്കൂ, കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ 2 മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇലക്ഷന് മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യം, ഇതിപ്പോൾ സംസ്ഥാന സമിതി യോഗം നടന്നത് ബജറ്റിന് ശേഷവും എന്നാൽ മറുപടി പ്രസംഗത്തിന് മുമ്പുമാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊരു ബജറ്റിലൊരു വലിയ മാറ്റം, തെരഞ്ഞെടുപ്പിനനുസരിച്ചുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന വിമർശനം സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഉണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും മറുപടി പ്രസംഗത്തിൽ അത് കവർ ചെയ്യുക? നികേഷ്, സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ തുക 1600 ആണ്. LDFന്റെ 2021 പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ പടിപടിയായി വർദ്ധിപ്പിച്ച് 2500 രൂപയാക്കി ആക്കുമെന്നാണ് വാഗ്ദാനം. ഈ വാഗ്ദാനം പാലിക്കുന്നതിനായി ഇനി ബാക്കിയുള്ളത് അടുത്ത വർഷത്തെ ബജറ്റ് മാത്രമാണ്. അത് കഴിഞ്ഞാൽ അതിനടുത്ത കൊല്ലത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായതുകൊണ്ട് അതിനൊരു വാലിഡിറ്റി കുറവ് ഉണ്ടാകും. അതായത് വിശ്വാസ്യത കുറവുള്ള ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ബജറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. പിന്നീട് വരുന്ന സർക്കാരാണ് പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഒറ്റയടിക്ക് 1600 നിന്ന് 900 രൂപ വർദ്ധിപ്പിച്ച് അടുത്ത വർഷം 2500 രൂപയാക്കാൻ ഉള്ള സാമ്പത്തിക ശേഷി തൽക്കാലം ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ സംസ്ഥാന സർക്കാരിനില്ല. അതുകൊണ്ട് ഇത്തവണയും കൂടി വർദ്ധിപ്പിച്ചു പോകണമായിരുന്നു എന്നൊരു വികാരമുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കുമ്പോൾ അത് കഴിയില്ല എന്ന കാര്യം നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് നേതൃത്വത്തിൽ അത്രയും കാര്യമായൊരു വിമർശനമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കുടിശ്ശിക വിതരണം ചെയ്യാത്തത് മൂലം പലയിടങ്ങളിൽ ഇപ്പോൾ സമരങ്ങൾ നടക്കുകയാണ്. കട്ടിലുമായി പാലക്കാട്ട് ആളുകൾ സമരം നടത്തുന്നു. ഇടുക്കി ജില്ലയിൽ നേരെ മറിയക്കുട്ടരി സമരം നടന്നു. ഇത്തരത്തിൽ പല ആളുകളും പട്ടിണി ചട്ടികളും മറ്റുമായി സമരത്തിലേക്ക് വരികയാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ ജനവികാരം എതിരാകാൻ ഇടയാക്കുമെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തെരഞ്ഞെടുപ്പിന് മുമ്പ് അടിയന്തരമായി കൊടുത്തു തീർക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യണമെങ്കിൽ ഏതാണ്ട് 1800 കോടി രൂപയെങ്കിലും വേണം. ഒരു 1600-1800 കോടി രൂപയെങ്കിലും വേണം 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യണമെങ്കിൽ. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ അതിനും കഴിയാത്ത സ്ഥിതിയുണ്ട്. എങ്കിലും 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനമാണ് ഇന്നലെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നടത്തിയിരിക്കുന്നത്.